Back to another session of the Canterbury School of English. നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് MA ഇംഗ്ലീഷിലെ സെം ഫോർത്തിലുള്ള ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ഇംഗ്ലീഷ് ലാംഗ്വേജിലെ ബ്ലോക്ക് 3 യൂണിറ്റ് 1 ആണ്. ബ്ലോക്ക് 3 യൂണിറ്റ് 1 ട്രഡീഷണൽ ആൻഡ് മോഡേൺ ഗ്രാമർ എന്ന് പറയുന്ന ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിന്റെ നോട്ട്സുകൾ ടെക്സ്റ്റിലേക്ക് എടുക്കുക. ടെക്സ്റ്റ് വൈസ് ആയിട്ട് തന്നെ ആയിരിക്കും നമ്മൾ പോകുന്നത്. പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ് സെഷൻസ് വളരെയധികം സമ്മറൈസ്ഡ് വെർഷനിൽ പോയിന്റ്സുകളായിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് മനസ്സിലാകുന്ന രീതിയിൽ അത് ഞാൻ പഠിപ്പിച്ചു തരും. ഓക്കെ, അന്നേരം എല്ലാവരും ടെക്സ്റ്റ് എടുത്തോളൂ. സോ ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് ആദ്യം അറിയേണ്ടത് അണ്ടർസ്റ്റാൻഡിങ് ഗ്രാമർ എന്ന് പറയുന്ന സെക്ഷനാണ്. ഈ ഒരു സെക്ഷനിൽ വാട്ട് യു മീൻ ബൈ ഗ്രാമർ, വാട്ട് യു മീൻ ബൈ മോർഫോളജി, വാട്ട് യു മീൻ ബൈ സെമാറ്റിക്സ്, സിൻടാക്സ്, ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അന്നേരം ഈ ഒരു ചാപ്റ്ററിന്റെ ഓവറോൾ ഐഡിയ നിങ്ങൾക്ക് ഞാൻ തരികയാണ്. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ടത് ട്രഡീഷണൽ ഗ്രാമറിനെ കുറിച്ചിട്ടാണ്. വാട്ട് യു മീൻ ബൈ ട്രഡീഷണൽ ഗ്രാമർ, അതുപോലെ തന്നെ വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ ഗ്രാമർ ആൻഡ് മോഡേൺ ഗ്രാമർ. നമുക്ക് പഠിക്കാനുള്ള കണ്ടന്റിനെ ഞാൻ ടാബുലാർ കോളമായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ള ഫാലസീസ് അല്ലെങ്കിൽ എറേഴ്സ് ഇൻ ട്രഡീഷണൽ ഗ്രാമർ ആണ്. അത് നമുക്ക് എക്സാമിന് ചോദിക്കാൻ വളരെയധികം സാധ്യതയുള്ളതാണ്. ദെൻ വി ഹാവ് ടു ഗോ ത്രൂ ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമർ. ട്രഡീഷണൽ ഗ്രാമർ കഴിഞ്ഞു. ഇനി നമുക്ക് ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമർ ആൻഡ് പെർസ്പെക്റ്റീവ് ഗ്രാമർ എന്ന് പറഞ്ഞു. ഓഫ് കോഴ്സ് എന്തായാലും നമുക്ക് അതൊക്കെ പ്രതീക്ഷിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമർ, പെർസ്പെക്റ്റീവ് ഗ്രാമർ, ദെൻ ഗ്രാമർ ആൻഡ് ഇറ്റ്സ് യൂസേജ്. ഓക്കെ, ഗ്രാമർ ആൻഡ് ഇറ്റ്സ് യൂസേജ് അത് ഞാൻ കൃത്യമായിട്ട് കുറച്ച് എക്സാമ്പിൾസ് തന്നെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പറയുന്ന സെക്ഷനിൽ പഠിക്കേണ്ടത്. ഗ്രമാറ്റിക്കബിലിറ്റി, അക്സെപ്റ്റബിലിറ്റി, അപ്രോപ്രിയേറ്റ്നെസ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമുക്ക് 2 മാർക്സിന് ചോദിക്കാവുന്നതാണ്. ഓക്കെ, അന്നേരം നമുക്ക് നോക്കാം. ട്രഡീഷണൽ ആൻഡ് മോഡേൺ ഗ്രാമർ. ഫസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് ഗ്രാമർ. വാട്ട് യു മീൻ ബൈ ഗ്രാമർ അല്ലേ? അതൊന്നും നിങ്ങൾ നോക്കി. ഗ്രാമർ ഈസ് എ സെറ്റ് ഓഫ് റൂൾസ് ദാറ്റ് ഡിറ്റർമിൻ ദ സ്ട്രക്ചർ ഓഫ് വേർഡ്സ്, സെന്റൻസ് ആൻഡ് ക്ലോസസ് ഇൻ എ ലാംഗ്വേജ്. ഒരു ലാംഗ്വേജിലെ സ്ട്രക്ചർ ഓഫ് വേർഡ്സിനെ കുറിച്ചും സെന്റൻസിനെ കുറിച്ചും ഡിഫൈൻ ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് റൂൾസിനെയാണ് നമ്മൾ ഗ്രാമർ എന്ന് പറയുന്നത്. Grammar includes morphology, semantics, syntax. So, what do you mean by morphology? Study of word structure and their relationship with a sentence. So, ഈ പറയുന്ന ഒരു സെന്റൻസിൻ്റെ ഉള്ളിൽ വേർഡ്സ് തമ്മിൽ എങ്ങനെ റിലേഷനിൽ ഏർപ്പെട്ടിരിക്കുന്നു, ആ റിലേഷൻഷിപ്പ് വൈസ് ആയിട്ട് അത് എങ്ങനെ മീനിങ് ഫുൾ ആയിട്ട് മാറുന്നു, ഇതിനെയാണ് മോർഫോളജി എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് വേർഡ് സ്ട്രക്ചർ ആൻഡ് ദ റിലേഷൻഷിപ്പ് വിതിൻ എ സെന്റൻസ്. വേർഡ് സ്ട്രക്ചറും അതുപോലെ തന്നെ ആ വേർഡ്സുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പും എങ്ങനെയാണ്. ഒരു സെന്റൻസിൻ്റെ അകത്തേക്ക് നമ്മൾ വരുമ്പോൾ എന്തൊക്കെയായാലും ആ സെന്റൻസിനെ ഡിവൈഡ് ചെയ്യുമ്പം സബ്ജക്റ്റ്, വെർബ്, ഒബ്ജക്റ്റ് കാണും ഇല്ലേ? അന്നേരം അതിൻ്റെ അകത്ത് ഏത് വേർഡാണ് സബ്ജക്റ്റ്, ഏത് വേർഡാണ് ഒബ്ജക്റ്റ്, ഏത് വേർഡാണ് വെർബ്, ഇങ്ങനെയൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്തിരും. ഇതാണ് മോർഫോളജി എന്ന് പറയുന്നത്. So it is the study of word structure and the relationship within the sentence. Then what do you mean by semantics? ഇതൊക്കെ നമുക്ക് ചോദിക്കാം. Meaning conveyed by words in a sentence is called semantics. ഒരു സെന്റൻസിൽ ഒരു വാക്ക് കൊടുക്കുന്ന മീനിങ്ങിനെയാണ് സെമാറ്റിക്സ് എന്ന് പറയുന്നത്. Then syntax. Syntax എന്ന് വെച്ചാൽ എന്താണ്? അറേഞ്ച്മെന്റ് ഓഫ് വേർഡ്സ് ആൻഡ് ഫ്രേസസ് ടു ഫോം സെന്റൻസ്. സോ എങ്ങനെയാണ് ഒരു സെന്റൻസിലേക്ക് വേർഡ്സുകളും ഫ്രേസസും അറേഞ്ച് ചെയ്ത് ഒരു പ്രോപ്പർ മീനിങ് കൺവേ ചെയ്യുന്ന തരത്തിൽ അതിനെ ഉണ്ടാക്കിയെടുക്കുന്ന ദാറ്റ് വേ ഈസ് കാൾഡ് syntax. So arrangement of words and phrases to form a sentence is called syntax. Meaning conveyed by word is called semantics. Study of word structure and their relationship within a language or within a sentence is called morphology. Set of rules determine the structure of words and sentence is called grammar. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മറന്നു പോകരുത്. Then grammar enables effective communication by providing guidelines for constructing coherent sentences. Each language has unique grammatical rules and conventions. നമുക്കൊരു ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകണമെങ്കിൽ അതിനൊരു സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസ് വേണം അല്ലേ? ഈ ഗൈഡ് ലൈൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒന്നാണ് ഗ്രാമർ എന്ന് പറയുന്നത്. ഓരോ ലാംഗ്വേജിനും അവരുടേതായ ഗ്രാമാറ്റിക്കൽ റൂൾസും കൺവെൻഷൻസും ഉണ്ട്. ഇനി ട്രഡീഷണൽ ഗ്രാമർ എന്താണെന്ന് നോക്കാം. ട്രഡീഷണൽ ഗ്രാമർ സ്റ്റഡീസ് ആൻഡ് അപ്ലൈസ് റൂൾസ് ബേസ്ഡ് ഓൺ എസ്റ്റാബ്ലിഷ്ഡ് കൺവെൻഷൻസ്, often emphasizing prescriptive rules for correct language usage. So, traditional grammar emphasize ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു സെറ്റ് ഓഫ് ഗ്രമാറ്റിക്കൽ റൂൾസ് ആണ്. എങ്ങനെ
എസ്റ്റാബ്ലിഷ്ഡ് കൺവെൻഷൻസ് അനുസരിച്ച് കറക്റ്റ് ലാംഗ്വേജ് യൂസ് ചെയ്യാം, കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉപയോഗിച്ചിട്ട് കറക്റ്റ് ലാംഗ്വേജ് യൂസ് ചെയ്യാന്ന് പറയുന്ന സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെയാണ് നമ്മൾ ട്രഡീഷണൽ ഗ്രാമർ എന്ന് പറയുന്നത്. നമ്മൾ സിമ്പിൾ പ്രസന്റ്, പ്രസന്റ് കണ്ടിന്യൂസ്, പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് എന്നൊക്കെ പറഞ്ഞ് കുഞ്ഞുനാളിൽ കുറേ റൂൾസും റെഗുലേഷൻസും നമ്മൾ പഠിച്ചിട്ടുണ്ടാകും. സത്യത്തിൽ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കാരണമാണ് നമുക്ക് പലപ്പോഴും ഗ്രാമറിനെ പേടിയായത്, അല്ലേ? ദാറ്റ് കൈൻഡ് ഓഫ് റൂൾസ് ഈസ് കാൾഡ് ട്രഡീഷണൽ ഗ്രാമർ. It focuses on the analysis and classification of words like nouns, verbs, adjectives, phrases, sentence, etc. So, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വേർഡ്സിനെ നൗൺസ്, വെർബ്സ്, അഡ്ജക്റ്റീവ് ആയിട്ട് ക്ലാസിഫൈ ചെയ്തു, സെന്റൻസിൽ തന്നെ ഫ്രേസസുകളായിട്ട് ഡിവൈഡ് ചെയ്തു, പലതരത്തിലുള്ള സെന്റൻസുകളെ ഉണ്ടാക്കി, ഇമ്പറേറ്റീവ് സെന്റൻസ്, ഡെമോൺസ്ട്രേറ്റീവ് സെന്റൻസ്, ഡിക്ലറേറ്റീവ് സെന്റൻസ്, ഇങ്ങനെ പറഞ്ഞിട്ട് പലതരത്തിലുള്ള സെന്റൻസുകളെയൊക്കെ ഉണ്ടാക്കിയത് ഈ ട്രഡീഷണൽ ഗ്രാമറിന്റെ ബേസിസിലാണ്. ഇറ്റ് പ്രയോറിറ്റൈസസ് written language and formal norms, often overlooking variations in spoken language. So, ഇത് കൂടുതലും റിട്ടൺ ലാംഗ്വേജും അതുപോലെ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പോക്കൺ ഫോർമാറ്റിനേക്കാൾ ഉപരിയായിട്ട് റിട്ടൺ ലാംഗ്വേജിനാണ് ഇത് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തത്. അതുപോലെ തന്നെ എങ്ങനെ കറക്റ്റായിട്ട് എഴുതാം, എങ്ങനെ നന്നായിട്ട് അക്കാഡമിക്കലി ഒരു കാര്യം പ്രസന്റ് ചെയ്യാം, ഇതാണ് ട്രഡീഷണൽ ഗ്രാമർ കൺവേ ചെയ്യാൻ ശ്രമിച്ചത്. പക്ഷേ നമ്മുടെ മോഡേൺ ഗ്രാമർ എപ്പോഴും കൺവേ ചെയ്യാൻ ശ്രമിക്കുന്നത് സ്പോക്കൺ ലാംഗ്വേജിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അന്നേരം നമുക്ക് ഇനി നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ ഗ്രാമർ ആൻഡ് മോഡേൺ ഗ്രാമർ ആണ്. നമ്മുടെ ടെക്സ്റ്റിൽ തന്നിട്ടുണ്ട്, അത് ഞാൻ നല്ലോണം ഒന്ന് സെമറൈസ് ചെയ്ത് നിങ്ങൾക്ക് ടാബുലാർ കോളത്തിലാണ് തന്നിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അന്നേരം ട്രഡീഷണൽ ഗ്രാമറിനെയും മോഡേൺ ഗ്രാമറിനെയും ഞാനിവിടെ മൂന്ന് ബേസിസിലാണ്, മൂന്ന് ആസ്പെക്റ്റിലാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ബേസ്ഡ് ഓൺ ഇറ്റ്സ് അപ്രോച്ച്, ബേസ്ഡ് ഓൺ ദ വ്യൂ ഓഫ് ലാംഗ്വേജ്, ബേസ്ഡ് ഓൺ സയന്റിഫിക് ബേസിസ്. അന്നേരം അപ്രോച്ചിന്റെ ബേസിൽ എടുത്തു കഴിഞ്ഞാൽ ട്രഡീഷണൽ ഗ്രാമറിനെ നമുക്ക് കരുതാവുന്നത് ഇറ്റ് ഈസ് എ പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമർ. It sets strict rules for language usage, while modern grammar is descriptive grammar. It observes how language is used. അന്നേരം ട്രഡീഷണൽ ഗ്രാമർ ഒരു പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമറാണ്. അതിന് സെറ്റ് ഓഫ് ഗൈഡ് ലൈൻസും റൂൾസും റെഗുലേഷൻസും ഒക്കെ ഉണ്ട്. അത് റിട്ടൺ ഫോർമാറ്റിനെയാണ് ഫോളോ ചെയ്യുന്നത്. ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് എവല്യൂഷൻ നടക്കുന്നതിനനുസരിച്ച് ലാംഗ്വേജിനെ ഒബ്സർവ് ചെയ്താണ് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മളിപ്പം മദർ ടങ് എങ്ങനെയാണ് പഠിക്കുന്നത്, നമ്മൾ ഒരാളെ ഒബ്സർവ് ചെയ്ത് ആ ഒരു ലാംഗ്വേജ് കേട്ട് 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 പഠിക്കുക, അല്ലേ? അതുപോലെ തന്നെ മോഡേൺ ഗ്രാമറും അങ്ങനെയുള്ള രീതിയിൽ ഡിസ്ക്രിപ്റ്റീവായിട്ട് ഒബ്സർവ് ചെയ്ത് ലാംഗ്വേജ് യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. Regarding the view on language, the traditional grammar focuses on formal written language, while modern grammar accepts different dialects and varieties. അന്നേരം ട്രഡീഷണൽ ഗ്രാമർ എന്ന് പറയുന്നത് ഫോർമൽ റിട്ടൺ ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നെങ്കിൽ മോഡേൺ ഗ്രാമർ എന്ന് പറയുന്നത് ഇപ്പം അമേരിക്കൻ ഇംഗ്ലീഷും ബ്രിട്ടീഷ് ഇംഗ്ലീഷും കനേഡിയൻ ഇംഗ്ലീഷും എന്തും ആയിക്കോട്ടെ അതിനെല്ലാം ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. പലതരം ഡയലക്റ്റുകളെ സ്വീകരിക്കുന്നുണ്ട്, പല വെറൈറ്റീസിനെ സ്വീകരിക്കുന്നുണ്ട്. ഇതെല്ലാം മോഡേൺ ഗ്രാമറിന്റെ പെർസ്പെക്റ്റീവ്സുകളാണ്. Then next is a scientific basis. എടുത്തു കഴിഞ്ഞാൽ it is rule based, less evidence based, while modern grammar is evidence based and considers social influence. എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രഡീഷണൽ ഗ്രാമർ കൂടുതലും റൂൾസിനെ ബേസ് ചെയ്തിട്ടുള്ളതായിരിക്കും. അതിൻ്റെ അകത്ത് വലിയ എവിഡൻസുകളൊന്നും അവർക്ക് ആവശ്യമില്ല. കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വെച്ചിട്ടുണ്ട്, ആ റൂൾസിനെ ബേസ് ചെയ്ത് സെന്റൻസുകൾ ഫോം ചെയ്യുന്നു, അങ്ങനെ പോവുകയാണ്. പക്ഷെ മോഡേൺ ഗ്രാമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും അത് എവിഡൻസിനെ ബേസ് ചെയ്തിട്ടാണ്. ഇപ്പം ഇങ്ങനെ ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു സെന്റൻസ് ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതെന്താണ് എങ്ങനെ പറഞ്ഞത്, അതിന് മറ്റൊരു രീതിയിൽ പറഞ്ഞൂടെ, ഇങ്ങനെ പല രീതിയിൽ നമുക്ക് ചിന്തിക്കാം. അതുപോലെ തന്നെ നമ്മുടെ സൊസൈറ്റി, കൾച്ചർ, റിലീജിയൻ, നമ്മുടെ എത്തിനിസിറ്റി, ഇതെല്ലാം ഈ ലാംഗ്വേജിലേക്ക് ഇൻട്രാക്ട് ചെയ്യും. നേരത്തെ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളെയും അക്സെപ്റ്റ് ചെയ്യാൻ മോഡേൺ ഗ്രാമറിന് പറ്റുന്നതുകൊണ്ട് തന്നെ ഒരുപാട് സോഷ്യൽ ഇൻഫ്ലുവൻസ് ഇതിൻ്റെ അകത്തേക്ക് ഉണ്ടാകുന്നുണ്ട്. അന്നേരം ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ ട്രഡീഷണൽ ഗ്രാമർ ആൻഡ് മോഡേൺ ഗ്രാമർ എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ദെൻ ഷുവർലി നമുക്കൊരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന മറ്റൊന്നാണ് ഫാലസീസ് ഓഫ് ട്രഡീഷണൽ ഗ്രാമർ. ട്രഡീഷണൽ ഗ്രാമറിൻ്റെ അകത്തുള്ള എറേഴ്സുകൾ എന്തൊക്കെയാണ്, അതാണ് ഫാലസീസ് എന്ന് പറയുന്നത്. ഫാലസീസ് ആർ എറേഴ്സ്. പലതരത്തിലുള്ള ഫാലസീസ് ഉണ്ട്. പ്രിസ്ക്രിപ്റ്റീവ് ഫാലസി, സെമാറ്റിക് ഫാലസി, ലാറ്റിനേറ്റ് ഫാലസി, റിട്ടൺ ഫോം ഫാലസി, ഹിസ്റ്റോറിക്കൽ ഫാലസി, നോർമേറ്റീവ് ഫാലസി, ലോജിക്കൽ ഫാലസി, സ്റ്റാറ്റിക് വ്യൂ ഓഫ് ലാംഗ്വേജ്. സോ ഇത്രയാണ് ഇതിൻ്റെ അകത്തെ ഫാലസീസ് ആയിട്ട് വരുന്നത്. അന്നേരം പ്രിസ്ക്രിപ്റ്റീവ് ഫാലസി എന്ന് വെച്ചാൽ എന്താണ്, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കുറേ സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ്
ഇതിൻ്റെ അകത്തുണ്ട്. So it imposes strict rules on how language should be used, ignoring natural language evolution and context. ഒരു ലാംഗ്വേജ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഷുഡ് ബി യൂസ്, അത് എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടതിനെ പറ്റി കുറേ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഇവർ ഇമ്പോസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓരോ കാലം കഴിയുന്നതിനനുസരിച്ച് ഈ പറയുന്ന ലാംഗ്വേജിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ അക്സെപ്റ്റ് ചെയ്യാൻ ഇവർക്ക് പറ്റുന്നില്ല. ദേ ഇഗ്നോർ ദ നാച്ചുറൽ ലാംഗ്വേജ് എവല്യൂഷൻ ആൻഡ് ഇറ്റ്സ് കോണ്ടെക്സ്റ്റ്. സോ എക്സാമ്പിൾ, split infinitives and other to boldly go are deemed incorrect despite being acceptable in modern English. So നമ്മളുടെ ട്രഡീഷണൽ ഗ്രാമർ അനുസരിച്ച് ടു ബോട്ട്ലി ഗോ എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള സ്പ്ലിറ്റ് ഇൻഫിനിറ്റീവ്സ് അത് ഇൻകറക്റ്റ് ആയിട്ടാണ് കരുതപ്പെട്ടിരുന്നത്. ബട്ട് മോഡേൺ ഇംഗ്ലീഷിൽ അത് അക്സെപ്റ്റബിൾ ആണ്. അന്നേരം സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് അവർ ഉപയോഗിച്ചിരുന്നത്. ലാംഗ്വേജിലുണ്ടായ എവല്യൂഷനെ അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല. നെക്സ്റ്റ് ആണ് സെമാൻറ്റിക് ഫാലസി. സെമാൻറ്റിക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മീനിങ് ആണെന്ന് നിങ്ങൾ അപ്പോഴേ ഓർക്കണം. ഇറ്റ് ഡിഫൈൻസ് ദ പാർട്സ് ഓഫ് സ്പീച്ച് ബേസ്ഡ് ഓൺ ഫിക്സഡ് മീനിങ്സ് വിച്ച് ക്യാൻ ബി സബ്ജക്റ്റീവ് ആൻഡ് കോണ്ടെക്സ്റ്റ് ഡിപ്പെൻഡൻറ്റ്. ഫോർ എക്സാമ്പിൾ, ലവ് ഈസ് പേഷ്യൻസ് യൂസസ് ലവ് ആസ് നൗൺ, ചലഞ്ചിങ് ട്രഡീഷണൽ ഡെഫിനിഷൻ. അന്നേരം ചില കാര്യങ്ങൾക്ക് ട്രഡീഷണൽ ഗ്രാമർ ഒരു ഫിക്സഡ് മീനിങ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് ചില വാക്കുകൾ ഫിക്സഡ് വെർബായിരിക്കും, ഫിക്സഡ് ഒബ്ജക്റ്റ്, ഫിക്സഡ് നൗൺ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അന്നേരം അതിനെ ചേഞ്ച് ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ആ കോണ്ടെക്സ്റ്റ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് വാക്കുകളുടെ മീനിങ്ങിലും ചേഞ്ചസ് വരാം. ഓക്കെ, അത് ഒരിക്കലും ട്രഡീഷണൽ ഗ്രാമർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഫോർ എക്സാമ്പിൾ, ലവ് ഈസ് പേഷ്യൻസ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് ലവ് എന്ന് പറയുന്നത് ഒരു നൗണാണ്. ഇത് ട്രഡീഷണൽ ഡെഫിനിഷനിൽ ചലഞ്ച് ചെയ്യുന്ന ഒന്നാണ്. Then next one is Latinate fallacy. Assumes English should adhere to Latin grammar rules, overlooking English unique Germanic structure. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തു വന്നത് നമ്മുടെ ലാറ്റിൻ ഗ്രാമറിൽ നിന്നാണ്. അതുപോലെ തന്നെ ഇംഗ്ലീഷ് പറയുന്ന സിസ്റ്റത്തിന്റെ ഗ്രാമറിന്റെ അടിത്തറ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ലാറ്റിൻ ഗ്രാമറിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ശരിക്കും പറഞ്ഞ ഒരു ജർമാനിക് സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യേണ്ട ഇംഗ്ലീഷ് ലാംഗ്വേജിലേക്ക് ലാറ്റിൻ ഗ്രാമറിന്റെ അതിപ്രസരം വന്നതോടുകൂടി ഒരുപാട് എറേഴ്സുകൾ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. Indefinite pronouns historically treated as male. Example, someone was looking for his baggage versus modern plural possessive. Example, their baggage. So ഇൻഡെഫിനിറ്റ് പ്രോണൗൺസ് സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ഇൻഡെഫിനിറ്റ് പ്രോണൗൺസുകളുണ്ട്. ട്രഡീഷണലി നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ സമ്മൺ വന്നു കഴിഞ്ഞാൽ ഹിസ് ആണ് സാധാരണയായിട്ട് ഉപയോഗിക്കുക, സിംഗുലർ ആയിട്ടാണ് ഉപയോഗിക്കുക. പക്ഷെ മോഡേൺ ഗ്രാമറിലേക്ക് വരുമ്പോൾ ഇങ്ങനെയുള്ള സംവൺ, എനിവൺ, ഇങ്ങനെയൊക്കെയുള്ള ഇൻഡെഫിനിറ്റ് പ്രോണൗൺസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ദെയർ എന്നാണ് ഉപയോഗിക്കുക. അവിടെ ജെൻഡർ വൈസ് ആയിട്ട് ഒരു ഡിസ്റ്റിങ്ഷൻ കൊടുക്കാറില്ല. ഫോർ എക്സാമ്പിൾ, ഹിസ്, ഇവിടെ സമൺ വാസ് ലുക്കിംഗ് ഫോർ ഹിസ് ബാഗേജ് എന്ന് പറയുമ്പോൾ ട്രഡീഷണൽ ഗ്രാമറിൽ ഒരിക്കലും ഹെർ ബാഗേജ് എന്ന് പറയത്തില്ല. ഇങ്ങനെയുള്ള ഇൻഡെഫിനിറ്റ് പ്രോണൗണിനെ എല്ലാം എപ്പോഴും മെയിലായിട്ടാണ് അവർ കണക്കാക്കിയിരുന്നത്. പക്ഷെ മോഡേൺ ഗ്രാമറിൽ ഇങ്ങനെ ഒരു ജെൻഡർ ബേസ്ഡ് ഡിസ്റ്റിങ്ഷൻ അവിടെ ഇല്ല. അവിടെ അതിന് പകരം ദെയർ എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. And next one is a written form fallacy. Favors written language over spoken language, failing to account for fluidity of a spoken forms. So നേരത്തെ ഈ പോയിന്റ് നമ്മൾ പറഞ്ഞ ട്രഡീഷണൽ ഗ്രാമർ കൂടുതൽ ഫേവർ ചെയ്യുന്ന റിട്ടൺ ഫോമിനാണ്. അത് സ്പോക്കൺ ഫോമിന് അല്ലെങ്കിൽ ഫ്ലൂയിഡിറ്റി അല്ലെങ്കിൽ ഫ്ലുവൻസി ഓഫ് ലാംഗ്വേജിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല. എത്രമാത്രം ക്ലിയർ ആയിട്ട് ഒരു സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യാൻ സാധിക്കുന്നു, എത്രമാത്രം ക്ലിയർ ആയിട്ട് അക്കാഡമിക്കലി അത് പ്രൊഫഷണൽ ആയിട്ട് എഴുതാൻ സാധിക്കുന്നു, വേർഡ് ഫോർമേഷൻ എങ്ങനെ ഉണ്ടാക്കുന്നു, ഇതിനെയൊക്കെയാണ് അവർ ഇമ്പോർട്ടൻസ് കൊടുത്തത്. നെക്സ്റ്റ് ഈസ് ഹിസ്റ്റോറിക്കൽ ഫാലസി. It treats older forms of English as a correct way to communicate, ignoring language's evolution. സോ ലാംഗ്വേജിന്റെ എവല്യൂഷനെ ഇഗ്നോർ ചെയ്തിട്ട് പഴയ കാലത്ത് സംസാരിച്ചുകൊണ്ടിരുന്ന രീതിയാണ് കറക്റ്റ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻസ് സ്ഥാപിക്കുന്നത്. ഇതാണ് ഹിസ്റ്റോറിക്കൽ ഫാലസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾഡർ ഫോംസ് ആണ് ബെസ്റ്റ് ഫോം, കറക്റ്റ് ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നതാണ് ഹിസ്റ്റോറിക്കൽ ഫാലസി. ദേ ഇഗ്നോർ ദ ലാംഗ്വേജ് എവല്യൂഷൻ ആൻഡ് ഇറ്റ്സ് മോഡേണൈസേഷൻ. Then normative fallacy എന്താണ്? It enforces rigid norms that oversimplify the complexity and flexibility of real language usage. So normative fallacy എന്ന് പറയുന്നത് enforces rigid norms that oversimplify the complexity and flexibility. എന്ന് വെച്ചാൽ റിയൽ ലാംഗ്വേജിൽ നമ്മൾ ഉപയോഗിക്കുന്ന സാധാരണ സെൻറ്റൻസുകൾക്കെല്ലാം തന്നെ
ഒരുപാട് അത് ഓവർ സിംപ്ലിഫൈ ചെയ്ത് കുറേ സെറ്റ് ഓഫ് റൂൾസ് കൊണ്ടുവച്ചിട്ട് ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു സെന്റൻസിനെ ഉണ്ടാക്കേണ്ടതെന്ന് പറഞ്ഞ് കുറേ സെറ്റ് ഓഫ് റൂൾസ് കൊണ്ടുവച്ചിട്ട് അതിന് ഓവർ സിംപ്ലിഫൈ ചെയ്യാൻ ശ്രമിച്ച വഴി ജനങ്ങൾക്കത് കോംപ്ലക്സിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. റിയൽ ലാംഗ്വേജിന്റെ ഫ്ലെക്സിബിലിറ്റി മാറി അതിൻ്റെ അകത്ത് ഒരുപാട് കോംപ്ലക്സിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് റിജിഡ് നോംസുകളായിട്ട് അവർക്ക് അനുഭവപ്പെട്ടു. Then the logical fallacy. Many rules are based on flawed reasoning, such as prohibition against ending sentences with a preposition. What are you looking for? അവർ പറഞ്ഞ പല കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ തെറ്റാണെന്ന് അല്ലെങ്കിൽ മോഡേൺ ഗ്രാമറിലേക്ക് അക്സെപ്റ്റ് ചെയ്യപ്പെട്ട കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, അവരെ സംബന്ധിച്ച് അല്ലെങ്കിൽ ട്രഡീഷണൽ ഗ്രാമറിയൻസിനെ സംബന്ധിച്ച് ഒരു സെന്റൻസ് എൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ എൻഡിൽ ഒരു പ്രിപ്പോസിഷൻ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരിക്കലും ലോജിക്കലായിട്ടുള്ള ഒരു സെന്റൻസ് ആകില്ല എന്ന് അവർ പറഞ്ഞു. പക്ഷെ അതിനൊക്കെ എക്സാമ്പിളായിട്ട് വരുന്ന അങ്ങനെയുള്ള ലോജിക്കലി കറക്റ്റ് സെന്റൻസുകളാണ് വാട്ട് ആർ യു ലുക്കിംഗ് ഫോർ എന്ന് പറയുന്നത്. സത്യത്തിൽ ഈ ഒരു സെന്റൻസ് കറക്റ്റാണ്. മോഡേൺ ഗ്രാമർ പ്രകാരം ഇത് വളരെ ശരിയാണ്. പക്ഷെ ട്രഡീഷണൽ ഗ്രാമറിയൻസിനെ സംബന്ധിച്ച് ഈ സെന്റൻസ് എന്ന് പറയുന്നത് ഫ്ലോഡ് സെന്റൻസ് ആണ്. ദെൻ സ്റ്റാറ്റിക് വ്യൂ ഓഫ് ലാംഗ്വേജ്. സ്റ്റാറ്റിക് വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ അവരുടെ ഒരു അല്ലെങ്കിൽ അവരുടെ ഒരു നിഗമനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലാംഗ്വേജ് ഒരിക്കലും ചേഞ്ച് ചെയ്യുന്നില്ല. ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉണ്ടാകുന്നത് ഈ സെറ്റ് ഓഫ് റൂൾസിനെ ബേസ് ചെയ്തിട്ടാണ്. ലാംഗ്വേജിൽ പുതിയ മാറ്റങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അൺചേഞ്ചിങ് ആണ്. ഇല്ല, അങ്ങനെ പറയുമ്പോൾ തന്നെ ദ നെഗ്ലക്ട്സ് ഇറ്റ്സ് എ ഡൈനാമിക് നേച്ചർ, റെസ്പോൺസീവ്നെസ് ടു കൾച്ചറൽ ആൻഡ് സൊസൈറ്റിയൽ ഷിഫ്റ്റ്. സൊസൈറ്റി, കൾച്ചർ ഇതിനെയൊക്കെ ബേസ് ചെയ്ത് നോക്കുമ്പോൾ ലാംഗ്വേജിന് ഒരിക്കലും ചേഞ്ച് ഉണ്ടാകുന്നില്ല എന്ന് വാദിക്കുന്ന ആൾക്കാരായിരുന്നു ട്രഡീഷണൽ ഗ്രാമറിയൻസ്. അതുകൊണ്ട് തന്നെ നമുക്കിത് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഡിസ്ക്രൈബ് ദ ഫാലസീസ് ഓഫ് ട്രഡീഷണൽ ഗ്രാമർ എന്ന് ചോദിക്കാം. ഓഫ് കോഴ്സ് നിങ്ങൾ ഈ പലതരത്തിലുള്ള ഫാലസീസ് ഓർത്തിരിക്കണം. പ്രിസ്ക്രിപ്റ്റീവ്, സെമാറ്റിക്, ലാറ്റിനേറ്റ്, റിട്ടൺ, ഹിസ്റ്റോറിക്കൽ, നോർമേറ്റീവ്, ലോജിക് ആൻഡ് സ്റ്റാറ്റിക് വ്യൂ ഓഫ് ലാംഗ്വേജ്. ഇനി നെക്സ്റ്റ് ആണ് നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമർ എന്താണെന്ന് നോക്കാം. അന്നേരം ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമർ ആൻഡ് പെർസ്പെക്റ്റീവ് ഗ്രാമർ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അല്ലെങ്കിൽ റൈറ്റ് എ നോട്ട് ഓൺ ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമർ എന്ന് മാത്രമായിട്ടും ചോദിക്കാം. നോക്കാം. ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമർ ഡിസ്ക്രൈബ്സ് ഹൗ ലാംഗ്വേജ് ഈസ് യൂസ്ഡ് ബൈ സ്പീക്കേഴ്സ് റാദർ ദാൻ ഇമ്പോസിംഗ് റൂൾസ് ഓൺ യൂസേജ്. ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് കത്തും അല്ലേ. ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, അതാണ്ട് ഇത് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു, ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡേൺ ഗ്രാമറാണ്. അതേസമയം പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമർ എന്ന് വെച്ചാൽ ട്രഡീഷണൽ ഗ്രാമർ. ഈ രണ്ട് കാര്യം നിങ്ങൾക്ക് മനസ്സിലായാൽ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് സ്വന്തമായിട്ട് എഴുതാൻ കഴിയുന്നതാണ്. അന്നേരം ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമർ മോഡേൺ ഗ്രാമറാണ്. It describes how language is used by speakers rather than imposing rules on usage. ഒരു ഭാഷ ഉപയോഗിക്കുമ്പോൾ അതിനെ കുറച്ച് നിയമങ്ങൾ ഉപയോഗിച്ച് അതിനെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് ഒരു ഭാഷ അതെങ്ങനെയാണ് അവിടെയുള്ള ആൾക്കാർ ഉപയോഗിക്കുന്നതെന്ന് ഒരു നാച്ചുറൽ വേയിൽ പഠിക്കാൻ ശ്രമിക്കുന്നതാണ് ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമറിയൻസ് ഫോളോ ചെയ്യുന്നത്. അല്ലെങ്കിൽ ആ ഒരു മെത്തേഡാണ് അത് ഫോളോ ചെയ്യിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊടുക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് നാച്ചുറൽ വേയിൽ അവരെ പഠിപ്പിക്കുക, അവർക്ക് ഒത്തൻറ്റിക് ആയിട്ടുള്ള കുറച്ച് സിറ്റുവേഷൻസ് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ അവിടെ എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, ബാങ്കിൽ പോവുകയാണെങ്കിൽ അവിടെ എന്തൊക്കെ കോൺവെർസേഷൻസ് ആണ് നടത്തേണ്ടത്, ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് റിയൽ അല്ലെങ്കിൽ ഒത്തൻറ്റിക് അങ്ങനെയുള്ള സിറ്റുവേഷൻസ് കൊടുത്ത് പഠിപ്പിക്കുക. It recognizes the dynamism and variety of languages across social, cultural, and geographical context. So, പലതരത്തിലുള്ള സൊസൈറ്റി, കൾച്ചർ, ജോഗ്രഫിക് കോണ്ടെക്സ്റ്റ് ഇതിനെയൊക്കെ ബേസ് ചെയ്ത് അതിനെയൊക്കെ റെക്കഗ്നൈസ് ചെയ്യുന്ന തരത്തിൽ പല കാര്യങ്ങളും ലാംഗ്വേജിലേക്ക് ഇൻകൾക്കേറ്റ് ചെയ്യുക. അങ്ങനെ ഒരു വെറൈറ്റി ലാംഗ്വേജിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക. അന്നേരം എപ്പോഴും ഡിസ്ക്രിപ്റ്റീവ് നേച്ചർ ഓഫ് ഗ്രാമർ എന്ന് പറയുന്ന ഡൈനാമിക് നേച്ചർ ഓഫ് ലാംഗ്വേജ് ആയിരിക്കും കാണിക്കുന്നത്, വെറൈറ്റി ഓഫ് ലാംഗ്വേജ് നേച്ചറും കാണിക്കുന്നുണ്ട്. It utilizes empirical techniques to gather and analyze language data from phonology, morphology, syntax, semantics, and pragmatics. So, ഈ empirical techniques എന്ന് വെച്ചാൽ empirical means gathering data through observation. That is what is called empirical. Okay, നമ്മളൊരു കാര്യത്തിനെ നിരീക്ഷിച്ചുകൊണ്ട് അതിൽ നിന്നും പല കാര്യങ്ങൾ സ്വീകരിക്കുക. സോ ഭാഷയെ നമ്മളിവിടെ പഠിച്ചെടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഭാഷയിലെ ഫോണോളജി, മോർഫോളജി, സിൻടാക്സ്, സെമാറ്റിക്സ്, പ്രാഗ്മാറ്റിക്സ് ഇതെല്ലാം നമ്മൾ ഒരു കുട്ടി എങ്ങനെയാണ് അമ്മയിൽ നിന്ന് പഠിച്ചെടുക്കുന്നത്? ത്രൂ എംപിരിക്കൽ ടെക്നിക്.
ത്രൂ ഒബ്സർവിങ് ഹിസ് ഓർ ഹെർ സറൗണ്ടിങ് അല്ലേ. സോ അതുവഴിയാണ് ഒരു ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമർ അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് വേയിലെ ലാംഗ്വേജ് സ്വീകരിക്കപ്പെടുന്നത്. And it studies actual language used to identify underlying patterns and principles of linguistic behavior. ലിംഗ്വിസ്റ്റിക് ബിഹേവിയറിൽ ഉണ്ടാകുന്ന പാറ്റേണുകൾ, അതിൻ്റെ പ്രിൻസിപ്പിൾസ്, ഇതിനെയൊക്കെ പറ്റി ഇത് സ്റ്റഡി ചെയ്യുന്നു. It employs the computational and corpus linguistics to form usage rules and enhancing understanding of language structure and application. അതുപോലെ തന്നെ ഇതെങ്ങനെയാണ് ഈ പറയുന്ന ലിംഗ്വിസ്റ്റിക് ഭാഷാ പഠനവുമായി ബന്ധപ്പെട്ട പല പ്രവർത്തികളുണ്ട്. കോർപ്പസ് ലിംഗ്വിസ്റ്റിക്സ്, അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്. സോ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് ലാംഗ്വേജ് സ്ട്രക്ചറിനെയും ലാംഗ്വേജ് ആപ്ലിക്കേഷനെയും ഇതെങ്ങനെ സഹായിക്കുന്നു എന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കും. It informs practical fields like natural language processing, machine translation, and language education. അതുപോലെ തന്നെ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട പല പ്രാക്ടിക്കൽ ഫീൽഡിലും ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഒരു ലാംഗ്വേജ് ഇവോൾവ് ചെയ്തു വരുന്നത്, ഓക്കെ, ലാംഗ്വേജ് ഇവോൾവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ മെഷീൻ ട്രാൻസ്ലേഷൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഉള്ള മാറ്റങ്ങൾ, ലാംഗ്വേജ് എഡ്യൂക്കേഷൻ, ഫോർ എക്സാമ്പിൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ ട്രാൻസ്ലേഷനകത്തെ മാറ്റങ്ങൾ പഠിക്കാനായിട്ട്, അതുപോലെ ലാംഗ്വേജ് എഡ്യൂക്കേഷന് ഇതിൻ്റെ അകത്തൊക്കെ നമ്മളെ സഹായിക്കുന്ന ഒരു മേഖല എന്ന് പറയുന്നത് ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമറാണ്. ഫോർ എക്സാമ്പിൾ ഒരു ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു സെൻറ്റൻസ് നമ്മൾ ഗൂഗിൾ ട്രാൻസ്ലേഷനിലേക്ക് ഇട്ട് കൊടുത്താൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ എഴുതിയപ്പോൾ ഉണ്ടായ ആ ഒരു കൾച്ചറൽ കൊണോട്ടേഷൻ, അല്ലെങ്കിൽ ഞാൻ എന്താണോ എൻ്റെ കൾച്ചറിൽ അതിനെപ്പറ്റി ഉദ്ദേശിച്ചത് അതാണോ ആ പറയുന്ന ഗൂഗിൾ അല്ലെങ്കിൽ ആ മെഷീൻ ട്രാൻസ്ലേറ്റ് ചെയ്ത് തന്നത്, അല്ലെങ്കിൽ മെഷീൻ ആ ഒരു വേർഡിൻ്റെ എക്സാക്ട് മീനിങ് എടുത്തിട്ടാണോ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. സോ ഇതിനെയൊക്കെ പറ്റി പഠനം നടത്തുന്ന ഒരു മേഖല കൂടിയാണ് ഗ്രാമർ, ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമർ ആ ഒരു സെഗ്മെന്റ് എന്ന് പറയും. It represents an evolving understanding of a human language in its complexity and diversity. മാറി വരുന്ന ഹ്യൂമൻ ലാംഗ്വേജിൻ്റെ കോംപ്ലക്സിറ്റിയെക്കുറിച്ചും അതുപോലെ തന്നെ ഹ്യൂമൻ ലാംഗ്വേജിൻ്റെ ഡൈവേഴ്സിറ്റിയെക്കുറിച്ചും മനസ്സിലാക്കാനും ജനങ്ങൾക്ക് പഠിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന വളർന്നു വരുന്ന ഇവോൾവിംഗ് ആയിട്ടുള്ള ഒരു മേഖല കൂടിയാണ് ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമർ. അന്നേരം ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമർ എന്ന് പറയുന്നത് മോഡേൺ ഗ്രാമറാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടേക്ക് വരുമ്പോൾ അത് ലാംഗ്വേജ് യൂസേഴ്സിന് യാതൊരു തരത്തിലുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഉപയോഗിക്കുന്നില്ല. വളരെയധികം വെറൈറ്റീസ് ഇതിൻ്റെ അകത്തുണ്ട്, വളരെയധികം ഡൈനാമിക് ആണ് ലാംഗ്വേജ്. അതുപോലെ തന്നെ ഇഷ്ടംപോലെ സോഷ്യൽ, കൾച്ചറൽ, ജോഗ്രഫിക് കോണ്ടെക്സ്റ്റിൻ്റെ അകത്തുള്ള വേർഡ്സുകൾ ഇതിൻ്റെ അകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇവിടേക്ക് വരുമ്പോൾ ഇതിൻ്റെ ആ ഒരു ലേണർ, ഓക്കെ, ഓഫ് കോഴ്സ് ലേണർ അതെങ്ങനെയാണ് ലാംഗ്വേജ് പഠിക്കുന്നത്? ത്രൂ empirical techniques, by observing others, and he learned the techniques of phonology, morphology, syntax, semantics, and pragmatics by only through observing. ഇവിടേക്ക് വരുമ്പോൾ ഈ ലാംഗ്വേജിലുള്ള അണ്ടർലൈൻ പാറ്റേൺസ്, പ്രിൻസിപ്പിൾസ്, ലിംഗ്വിസ്റ്റിക് ബിഹേവിയേഴ്സ് ഇതെല്ലാം പറ്റി തന്നെ വളരെ നാച്ചുറലായിട്ട് ആ ലേണർ മനസ്സിലാക്കിയെടുക്കും. പല ഫീൽഡിൽ നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. നാച്ചുറൽ ലാംഗ്വേജ് പ്രോസസ്സിങ്ങിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, മെഷീൻ ട്രാൻസ്ലേഷനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ, ലാംഗ്വേജ് എഡ്യൂക്കേഷനിൽ അതൊക്കെ തന്നെ നമുക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്, അല്ലെങ്കിൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമർ എന്ന് പറയുന്നത്. ഇനി എന്തായിരിക്കും പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമർ? ഓഫ് കോഴ്സ് ട്രഡീഷണൽ ഗ്രാമറാണ് പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമർ, ഇല്ലേ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻസിന് ബേസ് ചെയ്തിട്ടുള്ളതാണ് പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമർ എന്ന് പറയുന്നത്. ഇറ്റ് ഡിക്റ്റേറ്റ്സ് റൂൾസ് ആൻഡ് നോംസ് ഫോർ ലാംഗ്വേജ് യൂസ്, പ്രിസ്ക്രൈബിങ് ഹൗ ലാംഗ്വേജ് ഷുഡ് ബി സ്പോക്കൺ ഓർ റിട്ടൺ. എങ്ങനെയാണ് ഒരു ഭാഷ സംസാരിക്കേണ്ടത്, എങ്ങനെയാണ് ഒരു ഭാഷ എഴുതേണ്ടത്, അതിന് കുറച്ച് സ്ട്രിക്റ്റ് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൊണ്ടുവന്നിട്ടുള്ള, കുറച്ച് നോംസ് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഗ്രാമർ മെത്തേഡാണ് പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമർ മെത്തേഡ് എന്ന് പറയുന്നത്. It aims to maintain a prestigious and authoritative form of language based on historical usage or literary tradition. So ഇവിടേക്ക് വരുമ്പോൾ ഇവർക്ക് ഒരു അതോറിറ്റേറ്റീവ് ഫോം ഓഫ് ലാംഗ്വേജിൽ അതിൻ്റെതായ കുറച്ച് നിയമവശങ്ങൾ കൊണ്ടുവരിക, അതുപോലെ ലാംഗ്വേജിന് പ്രത്യേകിച്ച് ഒരു സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുക, ലാംഗ്വേജിനെ ഒരു ഹിസ്റ്റോറിക്കലി ബേസ് ചെയ്ത് തന്നെ ഫോം ചെയ്യാൻ ശ്രമിക്കുക. ഇതെല്ലാമാണ് ഇവരുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാഷയെ സംരക്ഷിക്കുക, ഭാഷയുടെ ആ ഒരു ഘടനയെ സംരക്ഷിക്കുക, അതിൻ്റെ സ്ട്രക്ചർ, ഗ്രാമർ ഇതിനെ നിലനിർത്തിക്കൊണ്ട് ഭാഷയിൽ വലിയ മാറ്റങ്ങളില്ലാതെ അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക. It prioritizes adherence to predetermined rules, often favoring formal written languages over colloquial forms.
സോ ഇതെന്ന് പറയുന്നത് ഇവർ കുറച്ച് ഫോർമൽ റിട്ടൺ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കൊളോക്കിയൽ ഫോംസോ കൊളോക്കിയൽ വേർഡ്സോ ഉപയോഗിക്കുന്നതിന് പകരം എന്ത് കാര്യത്തിനും ഫോർമൽ റിട്ടൺ വേർഡ്സ് ഫോർമൽ ലാംഗ്വേജ് ആണ് കീപ്പ് ചെയ്യുന്നത്. Documented in grammar books, style guides, or curricula to set norms for proper language usage. So, എങ്ങനെ ഒരു നല്ല പ്രോപ്പർ ലാംഗ്വേജ് ഉപയോഗിക്കാം, എങ്ങനെ നല്ലൊരു ഡോക്യുമെന്റ് തയ്യാറാക്കാം, എങ്ങനെ നല്ല ലെറ്റർ എഴുതാം. സോ ഇതിനെയൊക്കെ പറ്റിയിട്ട് വ്യക്തമായ സ്റ്റൈൽ ഗൈഡുകൾ ഉണ്ടാകും, വ്യക്തമായ കരിക്കുലർ സിലബസ് ഉണ്ടാകും, ഗ്രാമർ ബുക്കുകൾ ഉണ്ടാകും. സോ ഇതിൻ്റെ അകത്തൊക്കെ ഇവരെ രേഖപ്പെടുത്തി വെച്ചിരിക്കും. സോ they prescribe these kind of rules through grammar books, style guides, or curricula to indicate how to develop a proper language system. It is criticized for being rigid and ignoring language evolution and diversity. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമറിൽ പറഞ്ഞ പോലെയല്ല പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമറിലേക്ക് വരുമ്പോൾ ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമർ ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഈ ലാംഗ്വേജ് എവല്യൂഷൻ ഡൈവേഴ്സിറ്റി വെറൈറ്റി ഇതിനെയൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇതിനെയൊക്കെ ഇൻക്ലൂസീവായിട്ട് കാണുന്ന ഒന്നാണെങ്കിൽ പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഈ ലാംഗ്വേജ് എവല്യൂഷനും കൾച്ചറൽ ഡൈവേഴ്സിറ്റിയും സോഷ്യൽ നോംസും ഒക്കെ ഇതിനെ സംബന്ധിച്ച് എക്സ്ക്ലൂഡ് ചെയ്യുക എന്ന് വെച്ചാൽ ഇതൊന്നും എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. It promotes linguistic elitism and limits innovation, failing to consider social factors influencing language practices. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ ലിംഗ്വിസ്റ്റിക് എലൈറ്റിസം ഒരു എലൈറ്റ് സൊസൈറ്റിയുടെ ലാംഗ്വേജ് എങ്ങനെയാണ്, അതുപോലെ ഭാഷയുടെ ഏറ്റവും ഉന്നതമായ നില ഇങ്ങനെയൊക്കെയാണ് ഈ പറയുന്ന പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമറിനെ പറ്റി കാണും. അതുപോലെ തന്നെ പലതരത്തിലുള്ള സോഷ്യൽ ഫാക്ടേഴ്സ്, കൾച്ചറൽ ഫാക്ടേഴ്സ്, എത്തിനിസിറ്റി ഇതൊന്നും തന്നെ ഇതിൻ്റെ അകത്തേക്ക് ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. സോ ഇത് ഇത്രയുമാണ് നമുക്ക് വരുന്ന പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമർ എന്ന് പറയുന്നത്. It still plays a role in language education and professional writing context despite its criticism. ഇല്ലേ, എന്നിരുന്നാലും സ്പോക്കൺ ലാംഗ്വേജ് പഠിപ്പിക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമർ, വൈൽ ഈ പറയുന്ന സ്പോക്കൺ ലാംഗ്വേജ് പഠിപ്പിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമർ. പക്ഷേ ഇപ്പോൾ ഒരു കുട്ടിക്ക് നല്ല രീതിയിൽ എങ്ങനെ ക്രിയേറ്റീവ് റൈറ്റിംഗ് നടത്താം, അതുപോലെ കണ്ടന്റ് റൈറ്റിംഗ് നടത്താം. സോ അതിനൊക്കെ പഠിക്കുമ്പോഴത്തേക്കും അതുപോലെ തന്നെ കുട്ടിക്കാലത്തെ കുട്ടികളിൽ സ്കൂളിൽ ഫോളോ ചെയ്യുന്നു ഈ പറഞ്ഞിട്ടുള്ള പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമറാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലാംഗ്വേജിനും എഡ്യൂക്കേഷനും പ്രൊഫഷണൽ റൈറ്റിങ്ങിനും ഒക്കെ തന്നെ ഈ രണ്ട് ടൈപ്പ് ഓഫ് ഗ്രാമർ മെത്തേഡ്സും ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് ഗ്രാമർ ആൻഡ് യൂസേജ് നോക്കാം. യൂസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? വാട്ട് യു മീൻ ബൈ യൂസേജ്? Usage refers to common and accepted ways words and phrases are used by speakers, reflecting natural language use beyond strict grammatical rules. So, strict grammatical റൂൾസിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ വേർഡ്സും ഫ്രേസസും ഒക്കെ യൂസ് ചെയ്യാം, നാച്ചുറൽ ലാംഗ്വേജിലേക്ക് യൂസ് ചെയ്യാം, ഇതിനെ പറ്റി പറയുന്നതാണ് യൂസേജ് എന്ന് പറയുന്നത്. സോ ഇറ്റ് റെഫേഴ്സ് ടു കോമൺ ആൻഡ് അക്സെപ്റ്റഡ് വേസ് words and phrases are used by speakers reflecting natural language use beyond strict grammatical rules. അല്ലേ, സ്ട്രിക്റ്റ് ഗ്രാമാറ്റിക്കൽ റൂൾസ് ഇല്ലാതെ നമുക്ക് വളരെ നാച്ചുറൽ ആയിട്ട് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് എങ്ങനെ വേർഡ്സും ഫ്രേസസും വളരെ അക്സെപ്റ്റഡ് വേസിൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ, ഇറ്റ് ഓഫൺ റെയിൻസ് എന്ന് പറയുന്നത് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആണ്. പക്ഷേ നമ്മൾ സാധാരണ എന്താ പറയുന്നത്? ഇറ്റ് റെയിൻസ് എ ലോട്ട്. സാധാരണ നമ്മൾ പറയും ഇറ്റ് റെയിൻസ് എ ലോട്ട്. അല്ലെങ്കിൽ ഇറ്റ് റെയിൻസ് ഓഫൺ എന്ന് പറയാറില്ല, ഇറ്റ് റെയിൻസ് എ ലോട്ട്. ഇനി അതുപോലെ തന്നെ ഗ്രാമർ ആൻഡ് യൂസേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് സെർവ്സ് ആസ് എ സ്ട്രക്ചറൽ ഫൗണ്ടേഷൻ ഓഫ് ലാംഗ്വേജ്, പ്രൊവൈഡിങ് നെസസറി ഗൈഡ് ലൈൻസ് ഫോർ ക്ലിയർ ആൻഡ് പ്രിസൈസ് കമ്മ്യൂണിക്കേഷൻ. അല്ലേ, വളരെ ക്ലിയർ ആയിട്ടുള്ള വളരെ പ്രിസൈസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് ഫൗണ്ടേഷൻ ആണ് ഈ ഗ്രാമർ ആൻഡ് യൂസേജ് എന്ന് പറയുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഗ്രാമർ നമുക്ക് അറിയാവുന്ന കാര്യമാണ്, സെറ്റ് ഓഫ് റൂൾസ് ആൻഡ് റെഗുലേഷൻ. അന്നേരം ഇതിന്റെ യൂസേജ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ക്ലിയർ ആൻഡ് കൺസൈസ് കമ്മ്യൂണിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഒരു സെന്റൻസ് നോക്കാം. വെൻ സ്റ്റോർ ഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു മീനിങ് ഡിറൈവ് ചെയ്യത്തില്ല. അതിൻ്റെ അകത്ത് കുറച്ച് വേർഡ്സുകളൊക്കെ ഉണ്ട്, പക്ഷെ അതൊരു കൺഫ്യൂസിങ് ആണ്. പക്ഷെ അതിന് പകരം അതിനെന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ പറഞ്ഞ സിൻടാക്സിൽ എഴുതണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു അറേഞ്ച് ചെയ്ത് വേർഡ് ഓർഡർ കറക്റ്റ് ആക്കി നമ്മൾ എഴുതണം. സോ ഹി വെന്റ് ടു ദ സ്റ്റോർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായി? കറക്റ്റ് ഓർഡറിലായി. സോ ഇപ്പോൾ ഒരു സ്ട്രക്ചർ ഉണ്ട്, മീനിങ് ഉണ്ട്. അന്നേരം ഒരു സെന്റൻസ് ആകുമ്പോൾ കുറച്ച് വാക്കുകൾ മാത്രം പോരാ,
മറിച്ച് അതിന് സിൻടാക്റ്റിക്കൽ ഓർഡറിൽ കറക്റ്റായിട്ട് എഴുതുമ്പോൾ മാത്രമേ അതിന് സ്ട്രക്ചർ ഉണ്ടാകുന്നുള്ളൂ, അതിന് മീനിങ് ഉണ്ടാകുന്നുള്ളൂ. സോ ഇതാണ് ഗ്രാമറിന്റെ പ്രസക്തി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഈസ് നമുക്ക് 3 കാര്യങ്ങൾ പ്രധാനമായിട്ട് പഠിക്കണം. നിങ്ങൾക്ക് ഫസ്റ്റ് വരുന്ന 2 മാർക്ക് സെഗ്മെന്റിൽ ചോദിക്കാം. ഓഫ് കോഴ്സ് ചോദിച്ചു കഴിഞ്ഞാൽ വിത്ത് എക്സാമ്പിൾ നമ്മൾ എഴുതണം. ഇറ്റ് ഇൻക്ലൂഡ്സ് ഗ്രമാറ്റിക്കലിറ്റി, അക്സെപ്റ്റബിലിറ്റി, അപ്രോപ്രിയേറ്റ്നെസ്. ഇത് 3 നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഗ്രമാറ്റിക്കാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് റെഫേഴ്സ് ടു വെദർ എ സെന്റൻസ് ഫോളോ ദ സിൻടാക്റ്റിക് റൂൾസ് ഓഫ് എ ലാംഗ്വേജ്, നോട്ട് നെസസറിലി ഇൻഡിക്കേറ്റിംഗ് ലോജിക്കൽ മീനിങ്. അന്നേരം ഗ്രമാറ്റിക്കലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു കാര്യം എഴുതിയപ്പോഴത്തേക്ക് ആ എഴുതിയ കാര്യത്തിന് ഗ്രമാറ്റിക്കലി അത് സെന്റൻസ് കറക്റ്റ് ആണ്, ബട്ട് സെമാറ്റിക്കലി അത് തെറ്റാണ്. ഓക്കെ, സെമാറ്റിക്കലി തെറ്റാണ് എന്ന് വെച്ചാൽ എന്താണ്? ഗ്രമാറ്റിക്കലി നോക്കുവാണെങ്കിൽ ആ സെന്റൻസ് കറക്റ്റ് ആണ്, പക്ഷെ അർത്ഥം വെച്ച് നോക്കുവാണെങ്കിൽ അതൊരു സെൻസ്ലെസ് ആണ്, അതിനൊരു ലോജിക്കൽ മീനിങ് ഇല്ല. ദാറ്റ് ഈസ് വാട്ട് ഇസ് കാൾഡ് ഗ്രമാറ്റിക്കാലിറ്റി. ഓക്കെ, അത് ഓഫ് കോഴ്സ് നോക്കണം. അന്നേരം ഇത്രയും എഴുതിയാൽ മതി വിത്ത് എക്സാമ്പിൾ. അന്നേരം ഗ്രമാറ്റിക്കാലിറ്റി റെഫേഴ്സ് ടു എ സെന്റൻസ് ഫോളോസ് എ സിൻടാക്റ്റിക് റൂൾസ് ഓഫ് എ ലാംഗ്വേജ് ബട്ട് നോട്ട് നെസസറിലി ഇൻഡിക്കേറ്റിംഗ് എ ലോജിക്കൽ മീനിങ്. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇത് നോം ചോംസ്കിയുടെ ഒരു ഫേമസ് സെന്റൻസ് ആണ് കേട്ടോ. കളർലെസ് ഗ്രീൻ ഐഡിയാസ് സ്ലീപ് ഫ്യൂറിയസ്ലി. ഇതൊരു ഫേമസ് സെന്റൻസ് ആണ് നോം ചോംസ്കിയുടെ. നിങ്ങളിത് നോക്കുവാണെങ്കിൽ കളർലെസ് ഗ്രീൻ ഐഡിയാസ് നോക്കി. കളർലെസ് എന്ന് പറയുമ്പോൾ നിറം വരും. ഗ്രീൻ, നിറമില്ലാത്ത ഗ്രീൻ അങ്ങനെ ഒരു സാധനം ഉണ്ടോ? ഇല്ലല്ലോ. ഗ്രീൻ അഫ്കോഴ്സ് നിറമുണ്ട്. ഐഡിയാസ്, ഐഡിയാസ് എന്ന് വെച്ചാൽ എന്താണ്? ആശയങ്ങൾ. നിറമില്ലാത്ത കുറച്ച് പച്ച ആശയങ്ങൾ. സ്ലീപ് ഫ്യൂരിയസ്ലി. ഓ, ഫ്യൂരിയസ് എന്ന് വെച്ചാൽ എന്താണ്? വയലന്റ് ആയിട്ട് കിടന്ന് ഉറങ്ങുക. ഉറങ്ങുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ കാമായിട്ടുള്ള ഒരു പ്രവൃത്തിയാണ്. അതെങ്ങനെയാണ് വയലന്റ് ആകുക? സോ അതുകൊണ്ട് തന്നെ ഇത് ഗ്രമാറ്റിക്കലി സെന്റൻസ് കറക്റ്റ് ആണ്, പക്ഷെ മീനിങ് വൈസ്ലെസ് ആയിട്ട് ഇതൊരു സെൻസ്ലെസ് സെന്റൻസ് ആണ്. ലോജിക്കലായിട്ട് യാതൊരു മീനിങ്ങും ഇല്ല. സോ ദാറ്റ് ഈസ് വാട്ട് ഇസ് കാൾഡ് ഗ്രമാറ്റിക്കാലിറ്റി. ഈ എക്സാമ്പിൾ നോട്ട് ഡൗൺ ചെയ്യണം. എക്സാമ്പിൾ ഓഫ് കോഴ്സ് നിങ്ങൾ എഴുതിയും വേണം. ഇനി നെക്സ്റ്റ് ആണ് അക്സെപ്റ്റബിലിറ്റി. എന്താണ് അക്സെപ്റ്റബിലിറ്റി? ഇറ്റ് റിലേറ്റ്സ് ടു വെദർ എ സെന്റൻസ് ഓർ എ ഫ്രേസ് ഇസ് മീനിങ്ഫുൾ ആൻഡ് ഫിറ്റിംഗ് വിതിൻ എ പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ് ഇൻക്ലൂഡിംഗ് സ്റ്റൈൽ, കോണ്ടെക്സ്റ്റ് ആൻഡ് നോംസ്. സോ നമ്മളിപ്പോൾ പറയുന്ന പോലെ തന്നെ ഗോയിങ് ടുവിന് വരെ നമ്മൾ ഗൊന്ന, വാണ്ട് ടു, വണ്ണ ഇങ്ങനെയൊക്കെ പറയത്തില്ലേ? സോ ഇതാണ് അക്സെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. എ സെന്റൻസ് ഓർ എ ഫ്രേസ് ഇസ് മീനിങ്ഫുൾ ആൻഡ് ഫിറ്റിംഗ് എ പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റ്, സ്റ്റൈൽ, കോണ്ടെക്സ്റ്റ്, നോംസ് എക്സെട്ര. അന്നേരം നമ്മളിപ്പോൾ ഫ്രണ്ട്സിൻ്റെ ഇടയ്ക്ക് ചെന്നിട്ട് ഞാൻ പറയാണ് ഐ ഗോണ വാണ്ട് ടു ഹോം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഐ ഗോണ വാണ്ട് ഹോം, എനിക്ക് എൻ്റെ വീട്ടിൽ പോകണം. ഓക്കെ, ഐ ഗോണ ഹോം എന്നൊക്കെ നമുക്ക് പറയാം. പക്ഷേ ഇത് ഒരു ചെന്നിട്ട് നമുക്ക് എന്താണ് നമ്മുടെ ഒരു ടീച്ചറിൻ്റെ അടുക്കലോ അല്ലെങ്കിൽ വേണ്ട നിങ്ങളുടെ പ്രിൻസിപ്പലിൻ്റെ അടുക്കൽ ചെന്നിട്ട് ഈ ഒരു ലാംഗ്വേജ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പക്ഷെ ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു കണ്ടീഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അക്സെപ്റ്റബിലിറ്റി. ഗൊന്ന, ഗോയിങ് ടുവിന് പകരം ഗൊന്ന യൂസ് ചെയ്യുന്നു. ഐ എം അതുപോലെ തന്നെ വാണ്ട് ടുവിന് പകരം വന്ന യൂസ് ചെയ്യുന്നു. ഇതെല്ലാം അക്സെപ്റ്റബിലിറ്റിയാണ്. ഇനി അപ്രോപ്രിയേറ്റ്നെസ്. ആരോട് എന്ത് എങ്ങനെ പറയണം, ഇതാണ് അപ്രോപ്രിയേറ്റ്നെസ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ പറയത്തില്ലേ നമ്മളുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് സംസാരിക്കുന്ന പോലെയല്ല വില്ലേജ് ഓഫീസറുടെ ചെന്നിട്ട് സംസാരിക്കുന്നത് അല്ലേ? അന്നേരം ഓരോരുത്തരുടെയും സംസാരിക്കുന്ന രീതിയിൽ എന്ത് ചെയ്യേണ്ടതാണ്? മാറ്റങ്ങൾ കൊണ്ടുവരണം. That is what is called appropriateness. It involves choosing language that fits a specific social context, audience and purpose. അന്നേരം ഓരോ സോഷ്യൽ കോണ്ടെക്സ്റ്റിനനുസരിച്ചും ഓഡിയൻസിനനുസരിച്ചും ആവശ്യങ്ങൾക്ക് പർപ്പസിനനുസരിച്ചും നമ്മളുടെ ലാംഗ്വേജിൽ മാറ്റങ്ങൾ നമ്മൾ കൊണ്ടുവരുന്നതിനെയാണ് അപ്രോപ്രിയേറ്റ്നെസ് എന്ന് പറയും. ഇറ്റ്സ് മൂവിങ് ബിയോണ്ട് റിജിഡ് ഗ്രാമർ റൂൾസ് ടു ഫെസിലിറ്റേറ്റ് ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ. സോ ഇത് ഗ്രാമർ റൂൾസിനൊക്കെ അതീതമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ഒരു ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂടുമ്പോൾ നമ്മൾ സംസാരിക്കുന്ന പോലെയല്ലേ ഒരിക്കലും ഒരു ജോബ് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ സംസാരിക്കുന്നത് ഇല്ലേ? അതുപോലെ തന്നെയാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇൻ എ ജോബ് ഇൻ്റർവ്യൂ ഓർ അക്കാഡമിക് പേപ്പർ വി സേ ഐ വുഡ് ലൈക്ക് ടു ഡിസ്കസ് അല്ലേ? ഒരു ജോബ് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ അക്കാഡമിക് പേപ്പർ പ്രസൻറ്റ് ചെയ്യാൻ നമുക്ക് പറയാം ഐ വുഡ് ലൈക്ക് ടു ഡിസ്കസ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അപ്രോപ്രിയേറ്റ് ആയിട്ട് പറയും. പക്ഷേ നമ്മൾ നമ്മുടെ ഫ്രണ്ട് സർക്കിളിലാണ് ഉള്ളതെങ്കിൽ നമുക്ക് ഒരിക്കലും ഐ വുഡ് ലൈക്ക് ടു ഡിസ്കസ് എന്ന് പറഞ്ഞ് ഇവനെ ഇത് ജാടയുടെ എന്ന് പറയും അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഇതിലേക്ക് വരുമ്പോൾ കുറച്ചുകൂടെ ലാംഗ്വേജ് ചേഞ്ച് ചെയ്ത് ഐ വോണ്ട് ടു ടോക്ക് അബൌട്ട് ദിസ് മാറ്റർ എന്ന് പറഞ്ഞ് പറയും അല്ലേ?
സോ അതാണ് അപ്രോപ്രിയേറ്റ്നെസ്. നമ്മുടെ സോഷ്യൽ കോണ്ടെക്സ്റ്റ്, നമ്മുടെ റിലേഷൻഷിപ്പ് ഇതൊക്കെ അനുസരിച്ച് ലാംഗ്വേജസ് ചേഞ്ച് കൊണ്ടുവരിക. ദാറ്റ് ഈസ് വാട്ട് ഈസ് കോൾഡ് അപ്രോപ്രിയേറ്റ്നെസ്. ദെൻ അക്സെപ്റ്റബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരേ വാക്കുകൾക്ക് തന്നെ ഡിഫറെൻ്റ് ആയിട്ട് മീനിങ് ഫുൾ ആയിട്ട് ഒരു കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കാൻ, ഒരു പർട്ടിക്കുലർ കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കാൻ കഴിയുന്നതിനെയാണ് നമ്മൾ അക്സെപ്റ്റബിലിറ്റി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, അതിൻ്റെ സ്റ്റൈൽ ചേഞ്ച് ചെയ്ത്, നോംസ് ചേഞ്ച് ചെയ്ത് നമുക്ക് പുതിയ രീതിയിൽ ഉപയോഗിക്കാം. ദെൻ നെക്സ്റ്റ് ഈസ് ഗ്രാമാറ്റിക്കാലിറ്റി എന്ന് പറയുന്നത് സെൻറ്റൻസ് ഗ്രാമർ വൈസ് കറക്റ്റ് ആയിരിക്കും, ബട്ട് സെമാറ്റിക്കലി അത് തെറ്റായിരിക്കും, ഇല്ലോജിക്കലായിരിക്കും. കളർലെസ് ഗ്രീൻ ഐഡിയാസ് സ്ലീപ് ഫ്യൂരിയസ്ലി. ഈ ഒരു എക്സാമ്പിൾ ഒരിക്കലും മറന്നുപോയൊരു ചോദിക്കാൻ സാധ്യതയുള്ളതാണ് കേട്ടോ. അന്നേരം ഇത്രയാണ് നമ്മുടെ ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത്. ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിഫൈൻ മോർഫോളജി നമുക്ക് 2 മാർക്കിന് ചോദിക്കാം. മോർഫോളജി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് പോവുക. ദെൻ ഈ പറഞ്ഞ പോലെ തന്നെ ട്രഡീഷണൽ ഗ്രാമർ, ഡിഫറൻസ് ബിറ്റ്വീൻ ട്രഡീഷണൽ ഗ്രാമർ ആൻഡ് മോഡേൺ ഗ്രാമർ ഓഫ് കോഴ്സ് ചോദിക്കാം. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ പ്രിസ്ക്രിപ്റ്റീവ് ഗ്രാമർ ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമർ ചോദിക്കാം. ഫാലസീസ് ഇൻ ഡിസ്ക്രിപ്റ്റീവ് ഗ്രാമർ, ഫാലസീസ് ഇൻ പ്രിസ്ക്രിപ്റ്റീവ് അല്ലെങ്കിൽ ട്രഡീഷണൽ ഗ്രാമർ ചോദിക്കാം. അന്നേരം നിങ്ങളുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഞാൻ ഈ ഒരു ക്ലാസ്സിൻ്റെ ഇനി വരുന്ന വേർഷൻസ് ഞാൻ പെയ്ഡായിട്ട് ചെയ്യാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. ആർക്കെങ്കിലും ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് സ്ട്രക്ചർ ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് എന്ന് പറയുന്ന ഈ ഒരു ടെക്സ്റ്റിൻ്റെ കോഴ്സ് അത് ട്യൂഷനായിട്ട് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സാപ്പ് നമ്പർ കൊടുത്തേക്കാം. നിങ്ങൾ അതിൻ്റെ അകത്തേക്ക് ജോയിൻ ചെയ്താൽ മതി. എന്തെങ്കിലും ടെക്സ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചാൽ മതി. അന്നേരം നിങ്ങൾക്ക് ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ അറിയിക്കാം. ഓക്കെ, ബൈ.